നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയയിലേക്ക് സൂമിങ് ആണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കി മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. അതായത് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ മുഖത്തിലേക്കാണ് സൂമിങ് പോകുന്നത്. വീഡിയോ ഒരു സാധാ വീഡിയോ ആണ്, സൂം ചെയ്തെടുത്ത വീഡിയോ അല്ല. ഇതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് ഇതാണ്. ഈ ഒരു ഫുട്ടേജ് ഉണ്ട്. അത് സാധാരണഗതിയിൽ വെറുതെ വെച്ച് സ്റ്റേബിളായിട്ട് വെച്ചൊരു ക്യാമറ സ്റ്റേബിളായിട്ട് വെച്ച് എടുത്തൊരു വീഡിയോ ആണ്. ഇത് മൂവ്മെൻ്റ് ഉള്ള ക്യാമറയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോനാണ് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് ഇങ്ങനെ ഫുള്ളിയുടെ ഫേസിലേക്ക് മാത്രം. സാധാരണ ഇതിൽ നമ്മളെങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ സൂം കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രലൈസ് സൂം ആവും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ച ശേഷം ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം സൂം ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റുള്ള സൂമിങ് കൊടുക്കാനും അതുപോലെ ഒരു പോയിന്റിലേക്ക് സൂം ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർഫുൾ VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫുട്ടേജിന് എടുത്തു കേട്ടോ. ഈ ഫുട്ടേജിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ തുടക്കത്തിൽ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചു ലൈന്. ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഈ സൂമിൻ്റെ റൈറ്റിൽ കാണുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു കുത്ത് ഡയമണ്ടിൻ്റെ, അത് കീ ഫ്രെയിമാണ്. അതിൽ ഞാനൊരു കീ ഫ്രെയിം കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഫിക്സ് ആയേ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഫ്രെയിമിൻ്റെ ലാസ്റ്റിലേക്ക് കൊണ്ടുവരികയാണേ. ഡൗൺ ആരോ അടിച്ചാൽ മതി, താഴേക്കുള്ള ആരോ ഇല്ല കീബോർഡിൽ, അത് അടിച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും കേട്ടോ. ആ ലാസ്റ്റ് പോയിന്റിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ കുറച്ചങ്ങ് സൂം ചെയ്യാം. ഇത്രയും സൂം ചെയ്തു കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കീ ഫ്രെയിം അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ കാണിക്കുകയാണേ. അപ്പോൾ സൂമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ എവിടേക്കാണ് സൂം ആവുന്നത്, സെൻട്രലൈസ്ഡ് ആയിട്ടാണ് സൂം ആവുന്നത്, അതായത് സെൻട്രലിലേക്കാണ് സൂം ആവുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് അല്ലേ. അതിന് വരെ എങ്ങനെയാണ് വേണ്ടത്, ഈ സൂമിനായിട്ട് വരുന്നത് ഇയാളുടെ ഫേസിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻസ്പെക്ടറിൽ തന്നെ ട്രാൻസ്ഫോമിൻ്റെ താഴെയായിട്ട് സ്മാർട്ട് റീഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് താഴെ കാണാൻ പറ്റും. അതിൽ ഇവിടെ ഓട്ടോ എന്നുള്ളൊരു മോഡിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതെന്താ നേരെ മാറ്റിയിട്ട് റെഫറൻസ് പോയിൻ്റ് ആക്കുക. റെഫറൻസ് പോയിൻ്റ് കൊടുത്തിട്ട് ഈ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കോളം വരും. ചിലപ്പം ക്ലിക്ക് ചെയ്യാൻ തന്നെ വരും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വന്നില്ലെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, റെഫറൻസ് പോയിന്റ്, എനിക്ക് റെഫറൻസ് ഇതാണ്, ഇയാളുടെ ഫേസ് ആണ് ഞാൻ റെഫറൻസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ഫേസിനെയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് സൂം ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രാക്കിങ്ങിൻ്റെ അത്ര സമയമൊന്നും വേണ്ട, പെട്ടെന്നാവും. ഇനി ഇതല്ല എനിക്ക് ഇവിടെയാണ് വേണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് കൊടുക്കുക, ഇനി ഈ ഒബ്ജക്റ്റിനാണ് വേണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് കൊടുക്കുക, ഇനി ഈ ബൾബിനാണ് അവിടെ ചെയ്ത് കൊടുക്കുക, ഈ ബോക്സിനാണ് ഇവിടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ റെഫറൻസ് ആ ഒരു പോയിന്റിനാണ് സൂം ആവുക. അപ്പോൾ ഞാൻ ഫേസിലൊന്ന് വെച്ചിട്ട് ആദ്യം കാണിച്ചു തരാം, പിന്നെ ഒരു മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഈ റീഫ്രെയിം എന്നുള്ള ഈ ഓപ്ഷനിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ റീഫ്രെയിം ആവും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. കണ്ട, നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫേസിലേക്ക് സൂമിങ് വരുന്നത്. ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ എല്ലാവരും എനിക്ക് വേണ്ടത് റെഫറൻസ് പോയിൻ്റ് ഒന്ന് മാറ്റണം എന്ന്. അപ്പോൾ എനിക്ക് മാറ്റിയിട്ട് ഈ ഒരു ബൾബിൻ്റെ ഈ ഒരു ഹോൾഡറിലെ എവിടേക്കാണ് എനിക്ക് സൂം ആവുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മാറ്റി റീഫ്രെയിം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നോക്കിയാൽ സൂമിങ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ട, ആളതിൽ നിന്ന് മാറിയിട്ട്, അതായത് സാധാ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു എഫക്റ്റ് സൂമിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ മാനുവലി ഇങ്ങനെ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഈ ഒരു റീഫ്രെയിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ആവും. ഇതുപോലെ തന്നെ നമ്മൾ ഈ സെയിം ഇതിൻ്റെ തന്നെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഫ്രെയിം ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊരു ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വൈഡായിട്ടുള്ളൊരു വീഡിയോ ഒന്ന് കുത്തനെ എന്ന് വെർട്ടിക്കൽ വരുന്ന ആ പോർട്രേറ്റ് മോഡിലേക്ക് എങ്ങനെ വീഡിയോ ട്രാൻസ്ഫോം ചെയ്യാം ക്ലിയർ കുറയാതെ. അതുപോലെ ഒരു നമ്മൾ ഒബ്ജക്റ്റ് ഈ വൈഡിൽ പുറത്തേക്ക് ചാടി പോകാതെ ഉള്ളിൽ തന്നെ എപ്പോഴും നിൽക്കുന്ന രീതിയിലൊക്കെ റീഫ്രെയിം ചെയ്യുന്ന എങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും, ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇത് ആവശ്യമുള്ളവർക്ക് അതും ആവശ്യമുണ്ടാവും. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.